ഹായ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫോർ എ മൂവി. അപ്പം റെഡി ആവുമ്പം എന്തൊക്കെയാണ് ഒരു സിമ്പിൾ ലുക്ക് ഫേസ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടതെന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചു. സോ ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ടാണ് പുറത്ത് പോവാറ് വിത്ത് മിനിമം പ്രോഡക്ട്സ്. അതൊക്കെ മെയിൻലി ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ഇസ് നോട്ട് മേക്കപ്പ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണണം ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇപ്പം ഞാൻ ഫേസിൽ ജസ്റ്റ് ഇട്ടേക്കുന്നത് ഒരു ഐലൈനർ മാത്രമാണ്. അപ്പം ഇതല്ലാണ്ട് ഫേസ് ഒന്നും കൂടി ഒരു പ്ലസന്റ് ആൻഡ് ഒരു സിമ്പിൾ ഒരു നല്ല ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആൻഡ് ഞാൻ ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ എൻ്റെതൊരു ഓയിലി സ്കിൻ ആയത് കാരണം ഞാൻ ചൂസ് ചെയ്തേക്കുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ നിയാസിനമൈഡ് സെറമാണ്. ഇത് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് സെറമാണ്. ആക്ച്വലി ഇത് നല്ലൊരു സെറമാണ്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇഫ് യുവർ സ്കിൻ ഇസ് ഓയിലി അതൊന്നും ആ ഓയിലിനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറമാണ്. സോ ഇത് ഞാൻ കണ്ടിന്യൂസ്ലി ഒരു മോർണിംഗ് സ്കിൻ കെയറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓൾസോ പുറത്ത് പോകുമ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസിൽ ഈ ഒരു സീറം അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് കയ്യിൽ റബ്ബ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഫേസിൽ സീറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തനിയൊന്ന് അബ്സോർബ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ആക്ച്വലി അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സീറം ഒന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വെയിലത്ത് നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും മുഖം നന്നായിട്ട് ഡാർക്ക് ആവുന്ന കാണാറില്ലേ? അപ്പം ഈ ടാൻ എന്തായാലും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഫേസിൽ നിൽക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഡാർക്കർ ആയിക്കൊണ്ടിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെറം കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ക്രീമി ടെക്സ്ചറുള്ളൊരു സൺസ്ക്രീൻ തന്നെയാണ്. വാസലീൻ്റെ ഗ്ലൂട്ട ഹയ എന്ന് പറഞ്ഞ സൺസ്ക്രീൻ. ഞാൻ പ്രോഡക്ട്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആഫ്റ്റർ സീറം ഈ ഒരു സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പം അതും ഒന്ന് അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അതുവരെ ഒരു ഓയിലി ലുക്ക് കിട്ടും. പക്ഷെ അബ്സോർബ് ആയി കഴിയുമ്പം നല്ലൊരു ഡ്രൈ ആയിട്ടും ഓയിൽ ഫ്രീ ആയിട്ടും ഉള്ളൊരു ഫേസ് കിട്ടും. ആൻഡ് അതൊന്ന് സ്കിന്നൊന്ന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന പോലെയും തോന്നും. പിന്നെ ഇതൊരു സ്കിൻ കെയറും കൂടിയാണ്. അതായത് ജസ്റ്റ് നമ്മുടെ സ്കിന്ന് ഫേസ് നല്ല ബ്രൈറ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ഹാർംഫുൾ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാനിത് കുറേ റിസർച്ചൊക്കെ ചെയ്ത് നല്ല പ്രോഡക്ട്സ് കണ്ടുപിടിച്ച് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. സൺസ്ക്രീൻ ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞു ഫേസിൽ. അത് കഴിയുമ്പം യൂസ് ചെയ്യുന്നത് ഒരു ഡേ ക്രീമാണ്. സോ ഒലയുടെ നാച്ചുറൽ ഓറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡേ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഫേസ് നോർമലി ഒരു ബ്രൈറ്റൻഡ് ആയിട്ട് നമുക്ക് തോന്നും. കുറച്ചും കൂടി ഒരു ഷെയ്ഡ് ഫേസിന് കൂടുന്ന പോലെ ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. ഇത് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നല്ലൊരു പ്രോഡക്റ്റാണ്. ഒലെ ഈസ് ഓൾസോ എ ഗുഡ് ബ്രാൻഡ്. സോ അതൊന്ന് ഫേസിൽ ഡോട്ടായിട്ട് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പം ഇങ്ങനെയാണ് ഫേസിൽ സൺസ്ക്രീനും ക്രീമൊക്കെ അപ്ലൈ ചെയ്ത ശേഷം ഫേസ് ഒന്നുകൂടി ഒരു ബ്രൈറ്റർ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതൊക്കെ ഇട്ട ശേഷം നെക്സ്റ്റ് തിങ് ഉപയോഗിക്കുന്നത് ഒരു പൗഡറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനും ഫ്രേഗ്രൻസിനൊക്കെ അനുസരിച്ചുള്ള പൗഡർ ഉണ്ടാവും. എൻ്റെത് ഇതാണ്. എനിക്കിത് ഫേവറേറ്റ് ആണ്. അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര കംഫർട്ടിങ് ആയിട്ട് തോന്നും. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻചാൻഡറിൻ്റെ ഒരു റോസ് സ്മെല്ലുള്ള ഒരു പൗഡറാണ്. സോ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. സോ പൗഡർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഫേസ് ഒന്നും കൂടി ഒരു നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടുന്ന പോലെ ഫേസ് ഒന്നൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഐലൈനർ ഇട്ടിരുന്നു പറഞ്ഞു. അതല്ലാണ്ട് ഞാനൊരു ഐബ്രോ ഒന്ന് വരയ്ക്കാറുണ്ട് ഈ ഗ്യാപ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐബ്രോ പെൻസിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബ്ലൂ ഹെവൻ്റെ ട്രൂ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഐബ്രോ പെൻസിലാണ്. അത് ആക്ച്വലി നല്ലൊരു പെൻസിലായിട്ട് തോന്നി എനിക്ക്. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് തോന്നി. ഇത് ആക്ച്വലി പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബട്ട് വന്നില്ല. സോ നോർമൽ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഈ ഗ്യാപ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും ഐബ്രോസിൽ. അപ്പം ഒന്നും കൂടി ആ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ലൈനറാണ്. ലിപ് ലൈനർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഇത് കുറച്ച് മുമ്പ് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബ്രാൻഡ്
ഒക്കെ പോയി, സ്റ്റിക്കറൊക്കെ പോയി. ഞാനൊരു കുറച്ച് റെഡിഷ് ആയിട്ടുള്ളൊരു കളറാണ് ചൂസ് ചെയ്തേക്കുന്നത്. ലിപ് ലൈനർ എന്ന് പറഞ്ഞാൽ ഈ ലിപ്സ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിപ്സിൻ്റെ അറ്റത്തൊന്ന് അരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്യുക. എന്നിട്ട് മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാർസിൻ്റെ ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് 6. ഇതൊരു ന്യൂഡ്, ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം അതൊന്ന് അപ്ലൈ ചെയ്യണം. സോ ലിപ് ലൈനർ വെച്ച് വരച്ച ശേഷം ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ലിപ്സ് ഒന്നും കൂടി നല്ലൊരു ഹൈലൈറ്റിംഗ് ആയിട്ട് കാണുന്ന പോലെ തോന്നും. നോർമലി ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രം ഇടുന്നതിനേക്കാളും ബെറ്റർ ആണ് ലിപ് ലൈനർ വെച്ച് ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ വെച്ച് ചുറ്റും വരച്ച ശേഷം ഒരു ഷെയ്ഡ് കുറവുള്ള ഒരു ലിപ്സ്റ്റിക്ക് അകത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി തോന്നുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. സോ അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ആദ്യം ഫേസ് ഒന്നും കൂടി ഒരു നോർമൽ ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഇത്രയും പ്രോഡക്ട്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫേസ് ഒന്നും കൂടി ഒരു സ്മൂത്തർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇംപ്രൂവ്സ് മൈ കോൺഫിഡൻസ്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പം ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ നോക്കിയിട്ട് മാത്രം വാങ്ങുക. ആൻഡ് പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വരാം. ഇതാണ് റെഡിയായ ശേഷമുള്ളൊരു ലുക്ക്. സോ ഇങ്ങനെയാണ് ഹെയർ ആൻഡ് ഫേസ് എപ്പോഴും സ്ഥിരമായിട്ട് എവിടെ പുറത്ത് പോകുമ്പോഴും ചെയ്യാറ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. ആൻഡ് ഇതാണ് ഇട്ടിരുന്ന ഔട്ട്ഫിറ്റ്. ആൻഡ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.